ഇന്നലെ രാവിലെ ഒരു 8:45 ഈ സംഭവം നടക്കുന്നത്. വീട്ടമ്മ തങ്കമ്മ ഇന്നലെ രാവിലെ ഭക്ഷണം പാകം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. രാവിലെ അരിയെടുത്ത് കഴുകുന്ന പരിപാടികളായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. തുടർന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്നതിന് മുൻപ് തന്നെ മുഖത്ത് ഒരു അടി വീഴുന്നു. ആ അടിയിൽ തന്നെ അവർ നേരെ നിലത്തേക്ക് വീഴുകയാണ് ഉണ്ടായത്. ആ അടിയിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന അരി ഉൾപ്പെടെ താഴെ വീണിട്ടുണ്ട്. അത് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇത് അരിയും പാത്രവും ഒക്കെ തന്നെ ഇവിടെ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. തുടർന്ന് അവരെ മുടി കൂട്ടിപ്പിടിച്ച് തൊട്ടടുത്തുള്ള ഹാളിലേക്ക് അവരെ കൊണ്ടുവരുന്നു. ഇവിടെ എത്തിച്ചവരെ ഈ ജനലിൽ, അതായത് ഈ ഹാളിൽ ഒരു ജനലുണ്ട്, ഈ ജനലിൽ അവരെ കെട്ടിയിടുകയാണ് ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ജനലിലാണ് അവരെ കെട്ടിയിട്ടിട്ടുള്ളത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഞാൻ തുണി കഴുകാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങാൻ ഗ്രില്ല് തുറന്നപ്പോഴേക്കും ഞാൻ ഓർത്തടാ, ഇന്നലെ ഞാനൊന്നും കഴിച്ചില്ലല്ലോ, ഇച്ചിരി കഞ്ഞി വെച്ച് കുടിച്ചിട്ട് തുണി കഴുകുക എന്നും പറഞ്ഞ് ഞാൻ അടുക്കളയോട്ട് കയറി ഞാൻ അരി എടുത്ത് കഴുകാൻ സിങ്കിന്റെ ഒറ്റോട്ട് തിരിഞ്ഞില്ലെന്നായപ്പോഴേക്കും കയ്യിൽ നിന്ന് പാത്രം തെറിച്ചു പോയാണ് ചെയ്തത്. അപ്പൊ ഞാൻ നോക്കുമ്പോ അരി ഇങ്ങനെ ചെതറി ഇങ്ങനെ എന്റെ തലക്ക് മിതിട്ട് ഇങ്ങനെ വീഴുകയാണ് ചെയ്യണത്. അപ്പൊ എനിക്ക് മനസ്സിലായി ആരോ ഇവിടെ പിറക്കാത്ത ആരോ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞില്ല എന്നുള്ള ഒരു ഇതായപ്പോഴേക്കും എന്റെ പെടലിക്കിട്ടൊരു വെട്ട് മോഡലിലൊരു അടിയാണ് എനിക്ക് തന്നത്. ആ അടിയോടെ ഞാൻ തെറിച്ച് ഗ്രാനൈറ്റ് ചെന്ന് അടിച്ച് തലയടിച്ചുകൊണ്ട് ഞാൻ പിടിക്കാൻ ഇങ്ങനെ പിടുത്തം കിട്ടിയത് അവിടെ കസേര കിടന്നതായിരുന്നു. ആ കസേര പിടുത്തം കിട്ടിയില്ല, കസേര മറിഞ്ഞ് താഴെ വീണു. ഞാൻ അങ്ങനെ താഴോട്ട് ഇരുന്നു പോയി. ആ താഴോട്ട് ഇരുന്നു പോയ ഇരിപ്പിന് ഇയാളുടെ മുഖം എനിക്കൊന്നും നോക്കാനില്ല എന്ന് ഓർത്ത് ഞാൻ ഇയാളുടെ മുഖം കാണാനാ ഒന്നിങ്ങനെ തലം തിരിക്കാൻ പോലും എനിക്ക് പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. എന്റെ വിചാരം പോകുന്നത് ഞാൻ മരിക്കാൻ വേണ്ടി പോയി, എന്നെ കൊല്ലാൻ വേണ്ടി പോയിടുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമ്മളെല്ലായിടത്തും കണ്ടുവന്നിട്ടുള്ളതെന്നുണ്ട്. ആ ഒരു ഓർമ്മ എന്റെ ഉള്ളിലുണ്ടായിരുന്നുണ്ട്. ഞാൻ മരിക്കാൻ വേണ്ടി പോയി, എന്നെ കൊല്ലാൻ വേണ്ടി പോയെന്ന് വെച്ചാൽ ഇയാളുടെ മുഖത്തോട്ട് നോക്കാനുള്ള ധൈര്യം എനിക്കില്ല, കിട്ടുന്നില്ല ഇയാളുടെ മുഖത്തോട്ട്. എന്നെ മുടിയും ഉടുപ്പും പിടിച്ച് വന്നവന്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടി തിരിച്ചെന്നവൻ മുടി ഉടുപ്പും പിടിച്ച് കറക്കിക്കൊണ്ടെന്ന് ഡൈനിങ് ടേബിളിന്റെ മറ്റേ ജനലേക്ക് കൊണ്ടുവന്ന് അപ്പായിയുടെ ഒരു മുണ്ടെടുത്തിട്ട് വന്ന് 2 ജനലേയും കൂടെ വലിച്ചു മുറുക്കി പെടലിക്ക് കെട്ടി. അപ്പൊ എനിക്ക് ബോധം ഉണ്ടെന്ന് പറയാൻ ഉള്ളിൽ എനിക്ക് ഒരു ഇതുണ്ട്, ബോധം പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഉള്ളിൽ നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്റെ കൈ രണ്ടും, ഒരു കൈക്ക് വേദന ഉള്ളതാണ്, എന്നാലും ഈ 2 കൈയും കൂടെ ഒരു തുണി കഷ്ണം കൊണ്ടായ കെട്ടി വെച്ച് അതൊരു മറിച്ച് കെട്ടണ പോലെ ഒരു കെട്ടാണ് കെട്ടിയത്. അപ്പൊ തുടങ്ങി എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന. ഞാൻ തീരാൻ പോയാണ്, എന്റെ ജീവൻ പോയാണെന്നുള്ളൊരു തോന്നൽ എന്റെ ഉള്ളില്. അത് കഴിഞ്ഞേച്ചും എന്റെ മകന്റെ തുണികളെല്ലാം ഞാൻ കഴുകി കസേരയിലാണ് വെക്കുന്നത്. എന്തെന്ന് വെച്ചാൽ എന്റെ മരുമകള് പ്രസവിച്ച് കിടക്കുകയാണ്, അവളുടെ വീട്ടിലാണ്. അപ്പൊ ഞാൻ തുണികളെല്ലാം ഞാൻ മരുമകന്റെ മുറി കയറാതിരിക്കാൻ വേണ്ടി എല്ലാ തുണികളും ഡൈനിങ് ടേബിളിൽ മറ്റേ കസേരയെല്ലാം മടക്കി കഴുകി വെക്കണമെന്നുണ്ട്. അതിനകത്തുനിന്ന് ഒരു തുണി എടുത്ത് കൊണ്ടുവന്നേച്ചും എന്റെ വായി കുത്തിക്കയറ്റി, കൈ കെട്ടിച്ചും പെടലേക്കും കെട്ടിച്ചും വായി കൊണ്ടുവന്ന് തിരികെ വെച്ചെങ്കിലും കാല് കെട്ടിയില്ല. കാല് ഈ മകന്റെ മുണ്ടിന്റെ കഷ്ണം കൊണ്ട് തന്നെ തിരികെ കാലിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വെക്കുകയാണ്. എനിക്ക് കാല് അനക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ അതും എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഓർമ്മ പോലെ എനിക്കെല്ലാം വ്യക്തമാകുന്നുണ്ട്. റോഡേ കൂടെ പോണ വണ്ടിയുടെ സ്വരം എനിക്ക് കേൾക്കുന്നുണ്ട്. എന്റെ പീലാസ് മകൻ അപ്പുറത്ത് വണ്ടി കഴുകുന്ന ശബ്ദം എനിക്ക് കേൾക്കുന്നുണ്ട്. അവനെ വിളിക്കുക എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ എനിക്ക് അനങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ. തുണി വായിലിരിക്കണ കാരണം ഒന്നും ഞാൻ എന്റെ ഉള്ളിൽ പറയുന്നുണ്ടെങ്കിലും എനിക്ക് അവനെ പുറത്തോട്ട് ശബ്ദം പോലില്ല. എനിക്ക് മുഖംമൂടി ധരിച്ചിട്ടായിരുന്നു. മുഖംമൂടി ധരിച്ചെന്ന് പറയുമ്പോ എന്നെ കഴുത്തേൽ ഇങ്ങനെ കെട്ടുമ്പോൾ അയാളുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടി മുഖം മറച്ച് കുമ്പിട്ട് പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇയാളുടെ മുഖത്തോട്ട് നോക്കാൻ എനിക്ക് ഭയങ്കര ഭയപ്പാട്. ഞാൻ ചാകാൻ പോയില്ല, എന്നെ കൊല്ലാൻ പോയില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് ഒന്നും പറ്റാത്തൊരു അവസ്ഥയിലായിപ്പോയി. കാണുന്ന കാഴ്ചയിൽ എങ്ങനെയായിരുന്നു ആളുടെ രൂപം? എങ്ങനെയായിരുന്നു? ഇയാൾ കുമ്പിട്ട് തന്നെ പിന്നെ പെടലിക്കും ഇങ്ങനെ തുണി കാല് വെക്കുമ്പോൾ ഇയാളെ ഞാനിങ്ങനെ പെട്ടെന്നൊരു ഇതിനിങ്ങനെ ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ കാലിന്റെ ഭാഗം മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ചെരുപ്പില്ല, ഒരു കറുത്ത പാന്റാണ് ഇട്ടേക്കണത്. അപ്പോഴേ മനസ്സിലായ ഒരു ഇച്ചിരി ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ് എന്നെനിക്ക് കാല് ഇത് കണ്ടപ്പോൾ മനസ്സിലായി നിന്നുണ്ട്. അങ്ങനെ ഞാൻ ഇയാളുടെ കാലും ഈ പാന്റും നോക്കുന്നുണ്ടെന്ന് ഇയാൾ മനസ്സിലായപ്പോൾ ഇയാൾ അങ്ങനെ എനിക്ക് എന്റെ കാലിട്ട് ഒറ്റ ചവിട്ടിനാൽ എനിക്ക് പിന്നെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഓർത്ത് ഞാൻ പോവുകയാണ്, എന്നെ കൊല്ലാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട്
ഇനി ഇതിനായിരുന്നു വന്നത്. സ്വർണ്ണമൊക്കെ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഇല്ല, സ്വർണ്ണം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സ്വർണ്ണം ഉണ്ടായിരുന്നു വീട്ടിൽ? ഇല്ല, സ്വർണ്ണം ഉണ്ടായിരുന്നില്ല. അതെല്ലാം മകനാണ് വെച്ചിരിക്കുന്നത്. പൈസ ഉണ്ടായിരുന്നു? ഇത് പൈസ അവനാ പറഞ്ഞ 3000 രൂപ അവന്റെ അലമാരിക്കത്തുണ്ടായിരുന്നു. പക്ഷെ അവന്റെ അലമാരിക്കത്ത് കേറിയില്ല, തുറന്നില്ല, ആ ഡോറ് തുറന്നില്ല അലമാരിക്കത്തുനിന്ന്. പൈസ എടുത്തില്ല. ആ പൈസ അതേപടി ഉണ്ടായെന്ന് തന്നെ അവൻ പറയണ ചെയ്ത്. വീട്ടിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടില്ല? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്തിനായിരിക്കും അപ്പൊ വന്നത്? വന്നത് എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റിയില്ല എന്നുണ്ട്. എന്റെ മകൻ 12 വന്നേച്ചും കഥയിലിട്ട് ബെല്ലടിച്ച് കൊട്ടിട്ട് അനക്കമില്ല. അവനങ്ങനെ അപ്പുറം ഇവിടെ വന്ന് ഗ്രില്ലിന്റെ പറ്റ വന്ന് നോക്കിയപ്പോ ഗ്രില്ല് തുറന്നു കിടക്കണം. അങ്ങനെ അകത്തോട്ട് കയറിയപ്പോ മീൻ കൊണ്ടുവന്ന് അവിടെ എന്ത് പറ്റി എന്നും പറഞ്ഞ് അവനിങ്ങനെ എല്ലായിടത്തും കയറി ഇറങ്ങി നോക്കിയിട്ട് എന്നെ കാണുന്നില്ല. ഞാൻ കടയിൽ അവലടുത്തും പോയെന്ന് ഓർത്ത് അവൻ ഇരുന്നു. ലാസ്റ്റ് അവൻ 2 പ്രാവശ്യം കയറി ഇറങ്ങി ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ എന്നെ ഈ ജനലിന്റെ പറ്റാൻ ഇരിക്കണുണ്ട്. അമ്മ എന്നൊരു വിളിക്ക് എനിക്ക് നല്ലൊരു ബോധമായിട്ട് ഇങ്ങനെ തോന്നി. ഉള്ളിൽ ബോധം ഉണ്ടെങ്കിൽ നല്ലൊരു ബോധമായിട്ട് തോന്നി. വന്നുവെച്ച് ഉടനെ വായിലത്തെ മാറ്റി പെടലിക്കലത്തെ അഴിച്ചിട്ടുണ്ടാവും. വെള്ളം തന്നിട്ട് വെള്ളം കിഴിപ്പാട്ട് പോകുന്നില്ല. വെള്ളം ഒഴിക്കും, ഊരിപ്പോരും. ഭയങ്കര ദാഹം. വെള്ളം പരിക്ക് പറ്റിയത് അങ്ങനെ അവൻ വന്നാണ് പോലീസുകാരെ ഒപ്പം തന്നെ അവിടെ നിന്ന് വെച്ചാൽ സ്റ്റേഷനിലോട്ട് വിളിച്ച് സാറ് പെട്ടെന്ന് വന്നൊന്നും പറഞ്ഞ് അപ്പം തന്നെ ഒരു വണ്ടി പോലീസുകാർ വന്ന് ചോദിച്ചു. അപ്പം എനിക്ക് അവരോടൊക്കെ പറയാനും പിടിക്കാനൊക്കെ ഉള്ള അവസ്ഥ അല്ല. ഒരു വയ്യാത്തിരുതായിരുന്നു. എന്നാലും അവർ സന്ധ്യയോട് തന്നെ കാര്യങ്ങളൊക്കെ എല്ലാം ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പോയത്. അവൻ വന്നു കഴിഞ്ഞപ്പോൾ അലമാരി തുറന്നു കിടക്കണം, അലമാരിക്ക് ചെറിയ ഡ്രോ തുറന്നു കിടക്കണം, തുണികളെല്ലാം വലിച്ച് വാരിയിട്ടേക്കണം. ഇത്രയാണ് സംഭവിച്ചത്. അവനൊന്ന് എന്നെ എടിയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അവൻ വിളിച്ചിരുന്നെങ്കിൽ അവന്റെ ശബ്ദം കേട്ടെങ്കിലും എനിക്ക് ആളെ മനസ്സിലാകുമായിരുന്നു. ഞാൻ അവനെ നോക്കുന്നതിന് അവൻ കുമ്പിട്ട് എന്ന് വെച്ചാണ് എന്റെ കാലവൻ കെട്ടിയത്. ഈ കറുപ്പ പാന്റ് ചെരുപ്പിടാത്ത കാലുമാണ് എനിക്ക് ആകെ ഉള്ളൊരു തെളി. ഒരു വാക്ക് ഒന്ന് അവൻ എന്നെ എടിയെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ ശബ്ദം എനിക്ക് തിരിച്ചറിയാമായിരുന്നു. ഞാൻ മുറ്റത്ത് ഇങ്ങനെ നിൽക്കണമെങ്കിൽ ആരെങ്കിലും ഗേറ്റിന്റെ ഒറ്റ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഓരോരുത്തരുടെ കാല് കാണാൻ എനിക്കറിയാം. അത് ഇന്ന ചേച്ചിയാണ്, അത് ഇന്ന ചേട്ടനാണ്, ഇന്ന കൊച്ചാണ് എന്ന് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ മകനോ ഭർത്താവിനോ നിങ്ങൾക്കോ ആരെങ്കിലും ശത്രു അങ്ങനെ എന്തെങ്കിലും ശത്രുക്കൾ? ഇല്ല, അങ്ങനെയായിട്ട് ഇപ്പൊ ഇല്ല. ശത്രുക്കൾ മുമ്പ് ഉണ്ടായിരുന്നു. അതിപ്പോ എന്റെ മകൻ വളർന്നു കഴിഞ്ഞ് അവൻ ആളായി കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല. അത് ഇന്നലെ അടുത്ത കാലത്ത് നിങ്ങളായിട്ട് ബന്ധപ്പെട്ടൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല? നിങ്ങളോ മകനോ? ഇല്ല, ഒരു പ്രശ്നവുമില്ല. കുറെ വർഷങ്ങളായിട്ട് ഒരു പ്രശ്നവുമില്ല. നല്ല സന്തോഷമായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു ഇവിടെ കഴിഞ്ഞുകൊണ്ട് പോരുന്നത്. ഇയാൾ ഏത് വഴിയായിരിക്കും ഈ വീട്ടിലേക്ക് വന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല. പാത്രം തട്ടിത്തെറിച്ചപ്പോഴല്ലേ എനിക്ക് ഉള്ളിൽ ഓർമ്മ വന്നത് ആരോ പിറക്കകത്തുണ്ട് എന്നുള്ള ഇതുന്നുണ്ട്. അങ്ങനെ ഈ ആളാരാണെന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ തിരിഞ്ഞില്ല എന്നുള്ളൊരിതായപ്പോഴൊക്കെയാണ് എൻ്റെ ഇവിടെ ഒരടി തന്നത്. ഒരടി ഇങ്ങനെ വെട്ടുപോലെ അടി തന്നിട്ട് ഞാനങ്ങനെ അടിച്ച് ഗ്രാനറ്റ് ചെന്ന് പൊട്ടി എൻ്റെ പാടാണ് ഇത് കാണുന്നത്. ഇതാണ് സംഭവിച്ചത്. അതായത് ഈ ഇന്നലെ രാവിലെ പട്ടാപ്പകലാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോഴും ഈ വീടിന്റെ മുറിയിലൊക്കെ തന്നെ ഈ അക്രമി കാണിച്ചു വെച്ച കാഴ്ചകളാണ്. അതായത് വസ്ത്രങ്ങളൊക്കെ തന്നെ ഇപ്പോഴും വാരി വലിച്ചിട്ട നിലയിലാണ്. അലമാര തുറന്നു പരിശോധിച്ചിട്ടുണ്ട്, പക്ഷേ അലമാരയിൽ ഉണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വീട്ടുകാർക്ക് തന്നെ പറയുന്നത്. നിലവിൽ എന്തായാലും മണ്ണഞ്ചേരി പോലീസ് നിലവിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് പരിചയമുള്ള അല്ലെങ്കിൽ ഈ പരിസരത്തെ നന്നായി അറിയുന്ന ആൾ തന്നെ ആവാം ഈ അക്രമത്തിന് പിന്നിൽ എന്നുള്ളത് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. കാരണം വീടും പരിസരവും പരിചയമുള്ള ആളായിരിക്കണം. കാരണം പട്ടാപ്പകലാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സംശയം പോലീസിനുണ്ട്. നിലവിൽ എന്തായാലും CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം ശരത് SS, ആലപ്പുഴ.